السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وأصحابه وأتباعه الفائزين برضا الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد ذرأنا لجهنم كثيرا من الجن والإنس لهم قلوب لا يفقهون بها ولهم أعين لا يبصرون بها ولهم آذان لا يسمعون بها أولئك كالأنعام بل هم أضل أولئك هم الغافلون. في القرآن المجيد بين الله عز وجل اللهم صل وسلم على رسولك سيدنا محمد وعلى آله وأصحابه وأتباعه ما دامت الأنام. ഏറെ സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, സർവശക്തനായ റബ്ബുൽ ഇസ്സത്ത് അനുഗ്രഹീതമായ ഈ വെള്ളിയാഴ്ച പവിത്രമായ പള്ളിയിൽ നമ്മെല്ലാം ഒരുമിപ്പിച്ചതുപോലെ അല്ലാഹുവിന്റെ ജന്നാത്തുൽ നഈമിലും നമ്മെല്ലാം ഒരുമിപ്പിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ പാപങ്ങളും കാരുണ്യവാനായ റബ്ബ് തആല നമുക്ക് മാപ്പാക്കി തരട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മളുടെ ഭാര്യ മക്കൾക്കും സഹോദരങ്ങൾക്കും ലോകത്തുള്ള മുഴുവൻ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. ജീവിത വഴികളിൽ അല്ലാഹു നമുക്ക് എല്ലാവിധ സഹായവും എല്ലാവിധ കാരുണ്യവും പ്രദാനം ചെയ്യുമാറാവട്ടെ. രോഗങ്ങളാൽ വിഷമിക്കുന്നവരുടെ രോഗങ്ങളെ അല്ലാഹു തആല പരിപൂർണമായി ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ നാട്ടിൽ മരണപ്പെട്ടു പോയ ഉമ്മമാരൊക്കെ ഉണ്ട്. വളരെ ദൂരെ നിന്ന് വാഹനം കയറി ഇവിടെ ജുമ്മയ്ക്ക് വന്നുകൊണ്ടിരുന്ന മിഖ്ദാദ് സാഹിബ് എന്ന് പറയുന്ന ഒരു ഉപ്പ, ഇന്നലെയാണ് അദ്ദേഹം മരണപ്പെട്ടത്. അദ്ദേഹത്തിന് ഉൾപ്പെടെ അതുപോലെ അതിന് മുമ്പ് പ്രായമേറിയ ഒരു ഉമ്മ മരണപ്പെട്ടു. അല്ലാഹു തആല അവർക്കെല്ലാം ബർസഖിയ ജീവിതം വളരെ സന്തോഷത്തിലാക്കുമാറാകട്ടെ. എത്ര ആളുകൾ നമ്മുടെ ജീവിതത്തിനിടയിൽ നമ്മളുമായി ബന്ധപ്പെട്ടവർ, പരിചയമുള്ളവർ, സ്നേഹബന്ധമുള്ളവർ ഓരോ ദിനങ്ങൾ കഴിയുമ്പോൾ നമ്മളോട് വിട പറഞ്ഞ് അതിങ്ങനെ മറവിയിലേക്ക് പോവുകയാണ്. നമ്മളും ഒരു ദിവസം ഇതുപോലെ നമ്മൾ നിൽക്കുന്ന സ്ഥാനത്ത് മറ്റുള്ളവർ നിൽക്കും, നമ്മൾ ഇരിക്കുന്ന സ്ഥാനത്ത് മറ്റുള്ളവർ ഇരിക്കും, നമ്മൾ കിടക്കുന്ന കട്ടിലുകളിൽ മറ്റുള്ളവർ കിടക്കും. നമ്മളൊക്കെ ഓർമ്മയായി മാറുന്നൊരു നാളുണ്ട്. അല്ലാഹു തആല മരണാനന്തര ജീവിതം ഏറ്റവും സന്തോഷത്തിലും ആനന്ദത്തിലും ആക്കി തരുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെ നാട്ടിൽ കേരളത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപാട് ആപത്തുകളും അപകടങ്ങളും മരണങ്ങളൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. വാൽപ്പാറയിലുണ്ടായ വാഹനാപകടത്തിൽ ധാരാളം സഹോദരങ്ങൾ, നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്ന അധ്യാപകർ മരണപ്പെട്ടു. തൃശ്ശൂരിലെ വെടിക്കെട്ട് നിർമ്മാണശാലയിൽ ഒരുപാട് സഹോദരങ്ങൾ മരണപ്പെട്ടു. തിരിച്ചറിയപ്പെടാത്ത മൃതദേഹങ്ങളുണ്ട്. അതിനോടൊപ്പം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കുഞ്ഞു മക്കൾ ഉൾപ്പെടെ പാമ്പ് കടിയേറ്റ് മരിച്ച ഒരുപാട് വാർത്തകൾ നമ്മുടെ തൊട്ടടുത്തുൾപ്പെടെ. പറമ്പുകളിൽ നിന്ന് മാത്രമല്ല, കിടന്നുറങ്ങിയ വീടിലെ കട്ടിലിലെ തലയണയിൽ നിന്ന് വരെ കുഞ്ഞു മക്കൾക്ക് പാമ്പ് കടിയേറ്റ വാർത്തകൾ. എല്ലാവരും അങ്ങനെയുള്ള ഭയാശങ്കയിലും ഒക്കെയാണ്. അങ്ങനെയുള്ള ഒരുപാട് വിപത്തുകളുടെ നടുവിൽ നമ്മൾ ജീവിക്കുമ്പോൾ അതിനേക്കാൾ നമ്മളുടെ മനസ്സാക്ഷി ഞെട്ടിപ്പോകുന്ന ചില കൊലപാതകങ്ങൾ നമ്മൾ കേട്ട് ധരിച്ചിരിക്കുന്ന സമയമാണ്. സ്വന്തം മാതാവിനെ കൊന്നൊരു മകൻ കണ്ണൂർ ജില്ലയിൽ. ഇതൊക്കെ ഒരു വാർത്തയായി നമ്മൾ വായിച്ചല്ലെങ്കിൽ കണ്ടു കളയുന്നതിനപ്പുറം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ചിന്തോന്മുഖമായ കാര്യങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട്. ലക്ഷങ്ങൾ മുടക്കി ബാംഗ്ലൂരിലേക്ക് പഠിക്കാൻ പറഞ്ഞയച്ച മകൻ പഠനം ഒഴിവാക്കി ലഹരിക്കടിമയായി തിരിച്ചു വന്ന് മാതാവിനെ കൊന്നിട്ട് അവൻ പോലീസ് സ്റ്റേഷനിൽ വന്ന് പറയുന്ന വാക്കെന്താണ്? കുറ്റബോധം ഉണ്ടാകുന്നതിന് പകരം, മനസാന്തരം ഉണ്ടാകുന്നതിന് പകരം അവൻ പറഞ്ഞത്, എനിക്ക് എന്റെ പിതാവിനെയും കൂടി അച്ഛനെയും കൂടി കൊല്ലണമെന്നാണ്.
അതാണ് അവന്റെ മനസ്സ്. ഇങ്ങോട്ട് വന്നാൽ ഇടുക്കി ജില്ലയിൽ മാതാവിനെയും പിതാവിനെയും ഒരുമിച്ച് കൊന്നുകളഞ്ഞ മകന്റെ വാർത്ത ഈ ആഴ്ചയുണ്ടായി. മാതാവിനെയും ജ്യേഷ്ഠരെയും കൊന്നിട്ട് കുഴിച്ചു മൂടിയിട്ട് നാട് വിട്ടുപോയ ഒരു വാർത്തയുണ്ടായി ഇടുക്കി ജില്ലയിൽ. അങ്ങനെ ഒട്ടനവധി നമ്മളുടെ മനസ്സിനെ പിടിച്ചു കുലുക്കുന്ന കൊലപാതകങ്ങൾ. ഇതൊക്കെ ചിന്തിക്കുമ്പോൾ കേരളത്തിൽ എന്ത് പറ്റി എന്ന് നമ്മൾ ഇങ്ങനെ ആലോചിക്കുന്ന ഒരു നേരമാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും സാംസ്കാരികമായി വിദ്യാഭ്യാസപരമായി പുരോഗമനത്തിലൊക്കെ ഒന്നാം നമ്പരായി വിശേഷിപ്പിക്കപ്പെടുന്ന കൊച്ചു കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ക്രൂരതകൾക്ക്, അരുതായ്മകൾക്ക് സാക്ഷിയാകുന്ന ഒരു രംഗമാണ്. ഒന്ന് ആലോചിച്ചു നോക്കി. എന്തിന്റെ കുറവാണ്? വിദ്യാഭ്യാസത്തിന്റെ കുറവില്ല. നമുക്കറിയാം നമ്മുടെ മക്കളെ, പുതിയ തലമുറയെ ഏതെല്ലാം ഉന്നതമായ വിദ്യാഭ്യാസത്തിന്റെ നെടുമുടികളിൽ എത്തിക്കാൻ കഴിയുമെന്ന് മാതാപിതാക്കൾ ചിന്തിക്കുന്ന കാലം. പുരോഗമനത്തിലോ ശാസ്ത്രീയമായ നേട്ടങ്ങളിലോ ജീവിതത്തിന്റെ സൗകര്യങ്ങളിലോ ഇന്ന് പട്ടിണി കിടക്കുന്ന, അർത്ഥപട്ടിണി കിടക്കുന്ന, ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ളവരൊന്നും ഇന്ന് നമ്മുടെ മുന്നിലില്ല. പക്ഷെ അങ്ങനെ ഒരു കാലത്ത് മനുഷ്യന് ഭ്രാന്തനെ പോലെ പെരുമാറുന്ന ഒരു അവസ്ഥയാണ്. ഇവിടെയാണ് മതത്തിന്റെ പ്രസക്തി, വിശ്വാസത്തിന്റെ പ്രാധാന്യം. ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ. കാരണം വർത്തമാന കാലത്തെ മക്കൾ, പുതിയ തലമുറ, അവർ മതത്തിന്റെ ഭാരത്തെ ഇഷ്ടപ്പെടാത്തവരാണ്. ദൈവനിഷേധികളായി മാറുന്ന ഒരു തലമുറയാണ്. മതം വേണ്ടെന്ന് പറയുന്ന ഒരു തലമുറയാണ്. മതത്തിന്റെ അതിർവരമ്പുകൾ ഞങ്ങൾക്ക് ആവശ്യമില്ല, മൈ ലൈഫ് മൈ ചോയ്സ്, എന്റെ ജീവിതം എന്റെ ഇഷ്ടമാണെന്ന് പറയുന്ന കാലമാണ്. മൈ ബോഡി മൈ ചോയ്സ്, എന്റെ ശരീരം എന്റെ ഇഷ്ടമാണ്. അത് മതത്തിന്റെ അതിർവരമ്പുകൾ വേണ്ട, അവിടെ ദൈവത്തിന്റെ നിർദ്ദേശങ്ങൾ വേണ്ട, അവിടെ വിശ്വാസത്തിന്റെ പിടുത്തങ്ങൾ വേണ്ട. ആ വേലിക്കെട്ടുകളെല്ലാം പൊളിച്ചു കളഞ്ഞിട്ട് ലിബറലായി സ്വതന്ത്രനായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാലത്ത് മനുഷ്യൻ മനുഷ്യനല്ലാതെ മാറുകയാണ്. യഥാർത്ഥത്തിൽ മനുഷ്യനിൽ മൃഗീയതയുണ്ട്. മനുഷ്യന്റെ വികാരങ്ങളൊക്കെ മൃഗങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. മൃഗങ്ങളിലുള്ള പല വികാരങ്ങളും മനുഷ്യനിലുണ്ട്. അത് ഉണ്ടാകുമ്പോഴാണ് മനുഷ്യൻ മൃഗമായി മാറുന്നത്. എന്നാൽ മനുഷ്യനിൽ മനുഷ്യത്വം ഉണ്ടാകാൻ എന്ത് വേണം? വിദ്യാഭ്യാസം കൊണ്ട് നടക്കണമെന്നില്ല, പുരോഗതികൾ കൊണ്ട് നടക്കണമെന്നില്ല, കണ്ടുപിടുത്തങ്ങൾ കൊണ്ട് നടക്കണമെന്നില്ല. IT മേഖല എത്ര ഉന്നതിയിലെത്തിയാലും മനുഷ്യന്റെ മൃഗീയത അത് മനുഷ്യത്വമായി മാറില്ല. അവിടെ മതത്തിന്റെ ആവശ്യമുണ്ട്. ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മതത്തെ അങ്ങേയറ്റം ആക്ഷേപിച്ച്, മതത്തെ കുറിച്ച് പരിഹസിച്ച് പറയുന്ന എത്രയോ യുക്തിവാദികളുണ്ട്. അവന്മാരോട് നമ്മൾ ഈ വാർത്തകൾ വെച്ചിട്ട് ചോദിക്കണം, നിങ്ങൾക്ക് ഉമ്മയും പെങ്ങളും സഹോദരിയും ഭാര്യയും അന്യ സ്ത്രീകളും എല്ലാം ഒരുപോലെ എന്നല്ലേ നിങ്ങളുടെ വാദം? അതിന് മതം പറയുന്ന, വിശ്വാസം പറയുന്ന അതിർവരമ്പുകളോ മാർഗരേഖകളോ ആവശ്യമില്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ, ആരോട് ഇടപെടുന്നതിനും ആരോട് പെരുമാറുന്നതിനും ഒരു നിയന്ത്രണത്തിന്റെയും ആവശ്യമില്ല എന്ന് പറയുമ്പോൾ, സ്വന്തം മാതാവിനെ കഴുത്തറുത്ത് കൊല്ലുന്ന മകന്റെ വാർത്തയ്ക്ക് മുന്നിൽ നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? നിങ്ങൾ അവനെ എങ്ങനെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് കഴിയും? ഇവിടെയാണ് പരിശുദ്ധമായ ഇസ്ലാം എന്നല്ല എല്ലാ മതങ്ങളും, ഹിന്ദു മതമാകട്ടെ, ക്രിസ്ത്യൻ മതമാകട്ടെ, മുസ്ലിം മതമാകട്ടെ, എല്ലാ മതങ്ങളും മാതാവിന്റെ സ്ഥാനത്തെ ലോകത്തെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്തേക്ക് ഉയർത്തുന്നത്. പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ട് ഒരാൾ സഹാബി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നബിയെ ഇസ്തഅദിനുഹു ഫിൽ ജിഹാദ്, മുത്തുനബി തങ്ങളോട് പരിശുദ്ധ ഇസ്ലാമിന് വേണ്ടി ജിഹാദ് ചെയ്യാൻ, സത്യസമരം നടത്താൻ അനുവാദം ചോദിക്കുകയാണ്. കാരണം സ്വർഗം കിട്ടാനുള്ള ഏറ്റവും എളുപ്പ വഴി അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ജീവൻ കൊടുക്കലാണ്. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി കഷ്ടപ്പെട്ട് ത്യാഗം സഹിച്ച് ശത്രുവിന്റെ വാളിന് ഇരയായി മരിക്കൽ, രക്തസാക്ഷിത്വം വഹിക്കൽ സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ സൗഭാഗ്യം ലഭിക്കാൻ കാരണമാണ്. അതിനു വേണ്ടിയാണ് ഒരാൾ വന്നിട്ട് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് ചോദിക്കുന്നത്. തങ്ങൾ തിരിച്ചൊരു ചോദ്യം, അഹയ്യുൽ വാലിദാക്, മോനെ നിന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ? നഅം യാ റസൂലല്ലാഹ്, ഉണ്ട് നബിയേ.
എന്നാൽ മോനെ, നീ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നതിനേക്കാൾ, സമരം ചെയ്യുന്നതിനേക്കാൾ, യുദ്ധം ചെയ്യുന്നതിനേക്കാൾ നിനക്ക് ഏറ്റവും ഉന്നതമായ പ്രതിഫലം ലഭിക്കുന്ന, ഏറ്റവും എളുപ്പത്തിൽ സ്വർഗം ലഭിക്കുന്ന ഒരു കാര്യം പറഞ്ഞു തരട്ടെ. നീ എന്ന് മാതാപിതാക്കളിൽ ജിഹാദ് ചെയ്യുക. മാതാവിന്റെ ആവശ്യങ്ങൾ നീ പൂർത്തീകരിച്ചു കൊടുക്ക്. നിന്റെ പിതാവിന് നീ സാന്ത്വനം കൊടുക്ക്. അവരുടെ ജീവിതത്തിന്റെ സായം സന്ധ്യയിൽ, അവരുടെ വാർദ്ധക്യത്തിൽ, അവരുടെ പ്രയാസങ്ങളെ നീ മാറ്റിക്കൊടുക്ക്. നീ അവർക്ക് കാരുണ്യത്തിന്റെ ചിറക് വിരിച്ചു കൊടുക്ക്. നീ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നതിനേക്കാൾ നിനക്ക് ഉത്തമമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പഠിപ്പിക്കാൻ, ഈ ഉമ്മയുടെ സ്ഥാനം പഠിപ്പിക്കാൻ ലോകത്ത് ഒരു ശാസ്ത്രത്തിനും കഴിയില്ല, ഒരു ഭൗതികമായ വിദ്യാഭ്യാസത്തിനും കഴിയില്ല. ഈ കണ്ടുപിടുത്തങ്ങൾ, ഈ ശാസ്ത്രം എത്ര വളർന്നാലും കഴിയില്ല. അതിന് മതം ആവശ്യമാണ്, അതിന് ദീൻ ആവശ്യമാണ്, അതിന് വിശ്വാസം ആവശ്യമാണ്. എന്നാണോ സമൂഹത്തിൽ നിന്ന് മതവിശ്വാസം നഷ്ടപ്പെടുന്നത്, യുക്തിവാദികൾ അധികരിക്കുന്നത്, സ്വതന്ത്ര ചിന്തർ അധികരിക്കുന്നത്, അന്ന് സ്വന്തം മാതാവിന്റെ വിലയെ ചവിട്ട് താഴ്ത്തും, സ്വന്തം പിതാവിന്റെ സ്ഥാനം മനുഷ്യൻ അറിയാതെ പോകും. അതുകൊണ്ട് നമ്മളുടെ മുന്നിലിരിക്കുന്ന നമ്മളുടെ പ്രിയപ്പെട്ട മക്കൾക്ക് വീണ്ടും അടിവരയിട്ട് പറയാൻ പറ്റുന്ന നമുക്ക് മതവിദ്യാഭ്യാസം നമ്മളുടെ മക്കൾക്ക് ജീവവായുവിനേക്കാൾ പ്രധാനമാണ്. ദീനിനെ കുറിച്ചുള്ള ചിന്ത, ആത്മീയമായ ചിന്തകൾ, ആത്മീയമായ പഠനങ്ങൾ, പരലോകത്തെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ നമ്മളുടെ മക്കൾക്ക് ഭക്ഷണത്തെക്കാൾ, ജീവവായുവിനേക്കാൾ പ്രധാനമാണ്. ഭക്ഷണമില്ലെങ്കിൽ പട്ടിണി കിടന്ന് ദുനിയാവിൽ ചിലപ്പോൾ മരിച്ചു പോകാം. പക്ഷേ വിശ്വാസമില്ലെങ്കിൽ, മതമില്ലെങ്കിൽ, ആത്മീയതയില്ലെങ്കിൽ ഈ ലോകം വിട്ടുകടന്നാൽ പിന്നെ കൊണ്ട് തുടങ്ങുന്ന ലോകമുണ്ടല്ലോ, അവിടെ അവൻ കാലാകാലം നാശത്തിലാണ്. എന്ന് മാത്രമല്ല, അവനെ പോറ്റു വളർത്തിയവന്റെ പ്രിയപ്പെട്ട ഉമ്മയെ അവൻ ഈ ദുനിയാവിൽ വെച്ച് തന്നെ നശിപ്പിക്കാൻ തയ്യാറാകുമ്പോൾ ഈ ദുനിയാവിൽ തന്നെ ആ മക്കൾ അവൻ ഏറ്റവും വലിയ ഭാരവും നാശവുമായി മാറും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇങ്ങനെ മനുഷ്യത്വം കളഞ്ഞിട്ട് മൃഗീയതയിലേക്ക് പോകുമ്പോൾ മൃഗം മനുഷ്യനേക്കാൾ ഉത്തമമാകുന്ന ചില കാഴ്ചകൾ കൂടി നമ്മൾ ഈ ആഴ്ച കണ്ടു. മൃഗങ്ങൾ മനുഷ്യനേക്കാൾ ഉന്നതമാകുന്ന ഒരു അവസ്ഥ. മലപ്പുറം ജില്ലയിൽ തെരുവ് നായ്ക്ക് ഭക്ഷണം കൊടുത്ത ആമിന ഉമ്മ എന്നൊരു മാതാവ്, ആ ഉമ്മ മരണപ്പെട്ടപ്പോൾ പള്ളിക്കാട്ടിലേക്ക് ആളുകൾ മയ്യത്ത് കൊണ്ടുപോകുന്നതിനോടൊപ്പം അവരോടൊപ്പം ചേർന്നുകൊണ്ട് ആ ഭക്ഷണം വാങ്ങി കഴിച്ച നായയും ആ ഉമ്മയുടെ മയ്യത്തിന്റെ പിറകെ പോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടില്ലേ? ആ ആളുകൾ മുഴുവനും ആ ഉമ്മയെ കബറടയ്ക്കും മണ്ണിട്ട് മൂടിയിട്ട് തിരിച്ചു നടക്കുമ്പോഴും ആ നായ കബർ വിട്ടു പോകുന്നില്ല. ആ കബറിനെ വലയം ചെയ്യുകയാണ്. ഒരു നേരത്തെ ഭക്ഷണം കൊടുത്ത ഒരു പോറ്റുമ്മയോടുള്ള തന്റെ ആ നായയുടെ നന്ദിയാണ് അവിടെ കാണിക്കുന്നത്. ഇതെന്തിനാണ്? മനുഷ്യനെ അള്ളാഹു പഠിപ്പിക്കുകയാണ്. മനുഷ്യ, നീ മൃഗമായി മാറുന്നു. നിന്റെ സ്വന്തം പെറ്റുമ്മയെ നീ അറുകൊല ചെയ്യുമ്പോൾ നിന്നേക്കാൾ എത്രയോ ഉത്തമമാണ് ഈ മൃഗങ്ങൾ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല പറയുന്ന വാക്ക്, കൽബുൻ ഷാകിറുൻ കൽബുൻ അമീൻ, ഒരു വിശ്വസ്തതയുള്ള ഒരു നായ, ഖൈറുൻ മിൻ ഇൻസാനിൻ ഖഊൻ, വഞ്ചകനായ മനുഷ്യനേക്കാൾ ഉത്തമനാണ്. വഞ്ചകനായ മനുഷ്യനേക്കാൾ ഉത്തമ ആ നായ മനുഷ്യനേക്കാൾ ഉത്തമമായ കാഴ്ചയില്ലേ? അതുകൊണ്ടല്ലേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു മോശമായ ജീവിതം നയിച്ച ഒരു മനുഷ്യൻ, ജീവിതത്തിൽ ഒരു നന്മയും ഇല്ലാതെ നടന്നൊരു മനുഷ്യൻ, പക്ഷേ അവൻ അല്ലാഹു തആല സ്വർഗ്ഗം കൊടുത്തു. എന്തുകൊണ്ട്? ഫീ കൽബിൻ, ഒരു പട്ടി, ആ നായ തറയിൽ മണ്ണ് തപ്പി നടക്കുമ്പോൾ അതിന്റെ ദാഹപരവശത കണ്ടപ്പോൾ തന്റെ ഷൂ ഊരിയിട്ട് കുളത്തിലേക്ക് ഇറങ്ങി വെള്ളം കോരിയിട്ട് അതിന്റെ മുന്നിലേക്ക് ഒഴിച്ചു കൊടുത്ത് അതിന് വെള്ളം കുടിപ്പിച്ചതിന്റെ പേരിൽ അല്ലാഹു തആല ഫശക്കറ ലഹുല്ലാഹ്, അല്ലാഹു അവന് നന്ദി കൊടുത്തു. ഫഅദ്ഖലഹുൽ ജന്ന, അവന്റെ പാപങ്ങൾ മുഴുവനും അല്ലാഹു തആല പുറത്തു കൊടുത്തിട്ട് അവന് സ്വർഗ്ഗം കൊടുത്തൊരു നായയ്ക്ക് ഒരു നേരത്തെ വെള്ളം കൊടുത്തതിന്റെ പേരിലെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സമയത്ത് സഹാബാത്തുക്കൾ ചോദിക്കുന്നുണ്ട്, നബിയെ, അഫിൽ ബഹാഇമി അജ്റുൻ, വന്യമൃഗങ്ങൾക്ക്, തെരുവ് നായ്ക്കകൾക്ക് ഭക്ഷണം കൊടുത്താൽ, അവർക്ക് എന്തെങ്കിലുമൊക്കെ ഉപകാരം ചെയ്താൽ അതിനും പ്രതിഫലമുണ്ടോ നബിയെ? തങ്ങൾ ഒന്നുകൂടി അവർക്ക് പഠിപ്പിച്ചു കൊടുത്ത്, നായ്ക്കൾക്കെന്നല്ല, ഫീ കുല്ലി കബിദിൻ റുതുബത്തിൻ അജ്റു സഹാബ, പച്ചക്കരലുള്ള ഏത് ജീവജാലങ്ങൾക്ക് അഥവാ ജീവനുള്ള ഏത് വസ്തുവിന് നിങ്ങൾ ഏത് ഉപകാരം ചെയ്താലും അതിനൊക്കെ അള്ളാഹു നിങ്ങൾക്ക് പ്രതിഫലം തരുന്നതാണ്. ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
ആ നായയെ കുറിച്ചൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കുന്നു പ്രിയപ്പെട്ടവരെ. അതൊന്നല്ല നായയുടെ ഒരു ഗുണമത എന്നല്ല, ഏത് ജീവജാലങ്ങളെയും പോറ്റി വളർത്താൻ, പ്രത്യേകിച്ച് നല്ല ചൂടുള്ള സമയത്ത്, വേനൽക്കാലത്ത് നമ്മളുടെ വീടിന്റെ പരിസരത്ത് പാറി നടക്കുന്ന പറവകൾക്കും നമ്മളുടെ വീടിന്റെ ചുറ്റും ജീവിക്കുന്ന എല്ലാ ജീവജാലങ്ങൾക്കും, പൂച്ചകളാകട്ടെ നായ്ക്കളാകട്ടെ, അതിനൊക്കെ വെള്ളം കൊടുക്കണം. അതിന് വെള്ളം കുടിക്കാനുള്ള സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കണം. അതൊക്കെ നമ്മളുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അതൊക്കെ എത്ര ശാസ്ത്രം വളർന്നാലും വിദ്യാഭ്യാസം വളർന്നാലും മനുഷ്യനെന്നും ആ ബോധമുണ്ടാകണമെന്നില്ല. അവിടേക്കാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം, അവിടെയാണ് നന്മ പഠിപ്പിക്കുന്നത്. പറഞ്ഞു വന്നത്, വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, മനുഷ്യനേക്കാൾ മൃഗം നന്നാവുമ്പോൾ മനുഷ്യൻ മൃഗങ്ങളെക്കാൾ അധപ്പതിക്കും. അവരുടെ സങ്കേതം എവിടെയെന്നറിയുമോ? ഞാൻ ആരംഭത്തിൽ ഓതി വെച്ച ആയത്ത് സൂചിപ്പിക്കുന്നതാ, സൂറത്തുൽ അറാഫ്. ولقد ذرأنا لجهنم كثيرا من الجن والإنس. വിശാലമായ നരകത്തിന് വേണ്ടി കുറെ ജിന്നുകളെയും മനുഷ്യരെയും നാം ദുനിയാവിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹ് എടുത്തു പറയുകയാണ്, കുറെ മനുഷ്യരെ നാം സൃഷ്ടിച്ചത് അവരെ നാം പരലോകത്ത് നരകത്തെ നിറയ്ക്കാൻ വേണ്ടിയാണ്. അതെ, അവർ ഈ ദുനിയാവിൽ ജീവിക്കുന്നത് നരകം സമ്പാദിക്കാൻ വേണ്ടിയാണ്. അവരെ കുറിച്ചുള്ള പറയുന്നത് എന്താണ്? ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ. അവർക്ക് ഹൃദയമുണ്ട്, അവർക്ക് ചിന്താശേഷിയുണ്ട്, അവർക്ക് ലോജിക്കുണ്ട്. പക്ഷേ അതുകൊണ്ട് നല്ലത് അവർ ചിന്തിക്കുകയില്ല. അവർ മറ്റുള്ളവരെ നന്മയെ ചിന്തിക്കുകയില്ല. ദുനിയാവിന്റെ ജീവിതത്തിലും ആഡംബരങ്ങളും ആർഭാടങ്ങളിലും മുഴുകുമ്പോൾ ഉമ്മയെ മറന്നു പോകുന്ന മക്കളാകും, വാപ്പയെ മറന്നു പോകുന്ന മക്കളാകും. എത്രയോ അവസ്ഥകള്. ഈ വർക്കല കഴിഞ്ഞ ആഴ്ച ഒരു വാർത്തയിൽ കണ്ടയാ സമ്പന്നനായ കോടീശ്വരനായ പിതാവ് വീടിന്റെ ഉള്ളിൽ പുഴുവരിച്ചു കിടക്കുമ്പോൾ, എല്ലും തോലുമായി കിടക്കുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കാൻ മക്കളില്ല. അവരെ കുറിച്ച് അല്ലാഹ് പറഞ്ഞതാണ്, ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ. ചിന്തിക്കാൻ അവർക്ക് ഹൃദയങ്ങളില്ല. വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ. അവർക്ക് കണ്ണുകളുണ്ട്, പക്ഷേ അവർക്ക് നല്ലത് കാണാൻ കഴിയുന്നില്ല, നന്മ കാണാൻ കഴിയുന്നില്ല, ചെയ്യേണ്ടത് ചെയ്യാൻ അവർക്ക് അവസരമില്ല. വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ. അവർക്ക് കാതുകളുണ്ട്, പക്ഷേ അതുകൊണ്ട് അവർ കേൾക്കുന്നത് നന്മയല്ല. അതുകൊണ്ട് അവർക്ക് ജീവിതത്തിൽ ഉപകാരമുള്ളത് കേൾക്കാൻ സമയമില്ല. തിന്മയുടെ പിറകെ പോകുന്നു, ഡാൻസുകളുടെ പിറകെ പോകുന്നു, ജീവിത സുഖങ്ങളുടെ പിറകെ പോവുകയാണ്. ആഘോഷങ്ങളുടെ മേൽ ആഘോഷമാണ്, ആർഭാടങ്ങളുടെ മേൽ ആർഭാടമാണ്, തുള്ളിച്ചാട്ടമാണ്. പക്ഷേ അവന് നല്ലത് ചിന്തിക്കാൻ നേരമില്ല. ഉലൈക കൽ അൻആം. അവർ മൃഗങ്ങളെ പോലെയാണ്, അവർ മൃഗങ്ങളെ പോലെയാണ്, നാൽക്കാലികളെ പോലെയാണ് എന്നല്ല, ബൽഹും അവരെക്കാൾ അവർ അധപ്പതിച്ചു പോയവരാണ്. നഊദു ബില്ലാഹ്. അല്ലാഹ് കാത്തിരക്ഷിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിന്റെ ഈ സൂക്തവും ഈ വചനങ്ങളും ഇന്ന് ഞാൻ ഈ പറഞ്ഞ വാർത്തയുമായി നിങ്ങളൊന്ന് ചേർത്ത് വെച്ച് നോക്കി പ്രിയമുള്ളവരെ. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഖുർആൻ പ്രഖ്യാപിച്ച മൃഗമാകുന്ന മനുഷ്യനോ ആ മനുഷ്യനേക്കാൾ മുകളിലെത്തുന്ന ഉന്നതനാകുന്ന മൃഗവും ആ ഒരു കാലഘട്ടമാണെങ്കിൽ ഉലൈക ഹുമുൽ ഗാഫിലൂൻ. അവർ അശ്രദ്ധരാണ്. അവരെ ഉണർത്തേണ്ടത് സമുദായത്തിന്റെ ബാധ്യതയാണ്. അവരെ ഉണർത്തേണ്ടത് പണ്ഡിതന്മാരുടെ ബാധ്യതയാണ്, വീരുള്ളവരുടെ ബാധ്യതയാണ്. അതുകൊണ്ട് വർത്തമാനകാലം നമ്മളുടെ പ്രിയപ്പെട്ട മക്കളെ ശുക്ർ ചെയ്യേണ്ടവരോട് നന്ദി ചെയ്യേണ്ടവരോട് നന്ദി കാണിക്കാൻ പഠിപ്പിക്കണം. ഇന്നത്തതില്ലല്ലോ. മാതാപിതാക്കളോട് നന്ദി എങ്ങനെ കാണിക്കണമെന്ന് മക്കൾക്കറിയില്ല. മാതാപിതാക്കളോട് മാത്രമല്ല, നിനക്ക് ഏതെങ്കിലും ഉപകാരം ചെയ്തവനെ ജീവിതത്തിൽ നീ മറക്കാൻ പാടില്ല. മല്ലം യശ്കുരിന്നാസ ലം യശ്കുറുല്ലാഹ്. മനുഷ്യൻ ചെയ്യുന്ന ചെറിയ ഉപകാരങ്ങൾക്ക് നന്ദി ചെയ്യാത്തവനെ അല്ലാഹ് ചെയ്യുന്ന വലിയ നന്മകൾക്ക് നന്ദി ചെയ്യാൻ കഴിയില്ലെന്ന് ഹബീബുനാ മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പുതിയ കാലത്തെ മക്കളെ പഠിപ്പിക്കേണ്ട വലിയൊരു പാഠം നന്ദിയുള്ളവരാകണം. അതില്ലല്ലോ. മക്കളെ വിചാരിക്കുന്നത് എന്നെ വളർത്തേണ്ടത്, എന്നെ പഠിപ്പിക്കേണ്ടത്, എന്നെ ഇങ്ങനെ എല്ലാ നിലയിലും എന്നെ സുഖിപ്പിക്കേണ്ടത് എന്റെ ഉമ്മയുടെ ബാധ്യതയാണ്, എന്റെ വാപ്പയുടെ ബാധ്യതയാണ്. തിരിച്ചെനിക്ക് അവരോടൊന്നുമില്ല. മാതാപിതാക്കളുടെ സെന്റിമെന്റ്സ് മക്കൾക്ക് ഇഷ്ടമല്ല. ജീവിതത്തിൽ കഴിഞ്ഞു പോലെ നാളുകളുടെ കഷ്ടപ്പാടുകളെ കുറിച്ച് മാതാപിതാക്കൾ മക്കളോട് പറഞ്ഞാൽ കേൾക്കാൻ അവർക്കത് ഇഷ്ടമല്ല. അതൊരു വിരസതയാണ്. ആ സമയത്ത് അവർ മൊബൈലിൽ വേറെ എന്തെങ്കിലും കണ്ടിട്ട് അവർ ആസ്വദിക്കുന്ന കാലഘട്ടമാണ്. മൂത്ത
സഹോദരങ്ങൾ ആരാണ്? ജ്യേഷ്ഠന്റെ സ്ഥാനം എന്താണ്? അൽ അഖുൽ കബീർ കൽ അബി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൂത്ത സഹോദരൻ പിതാവിന്റെ സ്ഥാനത്താണ്. നിന്റെ പിതാവ് മരണപ്പെട്ടു പോയാലും നിന്റെ മൂത്ത സഹോദരൻ ഉണ്ടെങ്കിൽ ആ പിതാവിനെ കാണുന്നത് പോലെ നിന്റെ മൂത്ത സഹോദരനെ കാണണം, ബഹുമാനിക്കണം. ഇതാണ് ഇസ്ലാമിന്റെ കുടുംബ ബന്ധത്തിന്റെ പാഠങ്ങൾ. ഇതൊക്കെ നമ്മളുടെ തലമുറ മറന്നുപോയാൽ മനുഷ്യൻ മൃഗങ്ങളെ പോലെ ആയി പോകും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് നാറിൽ നിന്നൊക്കെ നമുക്ക് ഉപകാരമുണ്ടായോ അവരോടൊക്കെ നമ്മൾ നന്ദിയുള്ളവരായി മാറാം. അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.